ഹായ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സന്തോഷ വാർത്തയുണ്ട്, ഒരു ചെറിയൊരു സങ്കട വാർത്തയുണ്ട് കേട്ടോ. അപ്പോൾ ആ തന്നെ സന്തോഷ വാർത്ത പറയാം. നമ്മളെ FBയിലൂടെ സ്ഥിരമായിട്ട് നമ്മളെ അമ്മാമ്മേൻ്റെ എല്ലാം വീഡിയോ കാണുന്ന ഗൾഫിൽ വർക്ക് ചെയ്യുന്ന കാസിമിക്ക കഴിഞ്ഞ ദിവസം നമുക്ക് മെസ്സേജ് അയച്ചിനേനു. അപ്പോൾ ഇക്കക്ക് അമ്മാമ്മനെ ഭയങ്കര ഇഷ്ടമാണ്. ഇക്കേൻ്റെ ഉമ്മ കൊറോണ സമയം മരിച്ചു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോയിലും കാണുമ്പോൾ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ അമ്മമ്മേനെ മെയിനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അമ്മമ്മേൻ്റെ വീഡിയോ കാണാൻ. അപ്പോൾ കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചിട്ട് ഇക്ക പറഞ്ഞതെന്ന് വെച്ചാൽ പെരുന്നാളിൻ്റെ തലേന്ന് എനിക്ക് മെസ്സേജ് അയച്ചിന്. അപ്പോൾ പെരുന്നാളല്ലേ, അപ്പോൾ അമ്മക്കും പിന്നെ ഡ്രസ്സ് വാങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ വാങ്ങിക്കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇക്ക പൈസ അയച്ചു തന്നു. ഞാനും ഏട്ടത്തമ്മയും കൂടിയിട്ട് അങ്ങനെ ശ്രീകണ്ഠം പോയി ഡ്രസ്സ് വാങ്ങി ഇവിടെ കൊണ്ടുവച്ചു. അപ്പോൾ അന്ന് ഞാൻ കൊടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അമ്മമ്മ അന്ന് മൂടുണ്ടായിട്ടില്ല. അമ്മമ്മ ചില ദിവസം മൂടുണ്ടാവില്ല, ഉറക്കമായിരിക്കും. ഇപ്പം തന്നെ വീഡിയോ എടുക്കുമ്പോൾ ഉറങ്ങി തുടങ്ങി. അമ്മമ്മ ഉറങ്ങി തുടങ്ങി കേട്ടാ. അമ്മമ്മനെ ഇപ്പം അവിടെ കൊണ്ടുപോയി കടത്തിയാൽ അമ്മമ്മ ഉറങ്ങൂല, കിടന്നപ്പോഴാടെ എണീച്ചിരിക്കുകയാ. അപ്പോൾ ഇന്ന് കുറച്ച് മൂടുണ്ടായതുകൊണ്ട് ഇന്ന് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിന്. അപ്പോൾ അമ്മമ്മ അന്ന് മൂടില്ലാത്തതുകൊണ്ട് അമ്മമ്മക്ക് കൊടുത്തിട്ടില്ല. അമ്മമ്മക്ക് കൊടുക്കുമ്പോൾ അമ്മക്കും കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ രണ്ടാൾക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം വീഡിയോ എടുക്കുന്ന കേട്ടാ. അടുത്ത് ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ശ്രീകണ്ഠ സെഞ്ചുറി എന്നാണ് സാധനം എടുത്തിന് കേട്ടോ കഴിഞ്ഞ ദിവസം. അപ്പോൾ അമ്മ അടുക്കളയിലല്ലേ, അമ്മയോട് ഇതുവരെയായിട്ട് നമ്മൾ കാര്യം പറഞ്ഞിട്ടില്ല. വാങ്ങിയിട്ട് അടുത്തിൻ്റെ റൂമിൽ കൊണ്ടുപോയി അല്ലേ, കാണാണ്ട് വെച്ചിട്ടില്ലേ? സംശയം ഉണ്ടോ? കണ്ടിട്ടില്ലല്ലോ? കണ്ടിരുന്നോ പുറത്തുനിന്ന്? കണ്ടിരുന്നു. അഗ്ഗേട്ട കൊണ്ടുവെക്കുമ്പോൾ കണ്ടു. അപ്പോൾ അഗ്ഗേട്ട പറഞ്ഞ അഗി ഡ്രസ്സ് എടുത്ത് ആത്തിരുമ്പോൾ തന്നെ അമ്മ ചോദിച്ചിന് ഇതെന്നാ സംഭവം എന്ന്. അപ്പോൾ അഗി പറഞ്ഞു അടുത്തിൻ്റെ ഡ്രസ്സാന്ന് പറഞ്ഞിട്ട് അപ്പാടനെ അടുത്തിൻ്റെ റൂമിൽ കൊണ്ടുവച്ചു കേട്ടോ. അപ്പം അമ്മക്ക് സൂചന കിട്ടാൻ ചാൻസ് ഇല്ല അല്ലേ? ചാൻസ് ഇല്ല. അപ്പോൾ പെരുന്നാളായതുകൊണ്ട് ഏട്ടൻ്റെ ഒരു സന്തോഷമായിട്ട് അങ്ങനെ അമ്മക്ക് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൈസ അയച്ചാന്ന് ചേട്ടാ. വെച്ചിട്ടുണ്ട്. അമ്മ അടുക്കളയിലില്ല കേട്ടാ. അപ്പോൾ അമ്മേനെ വിളിച്ചിട്ട് ഇപ്പം കൊടുക്കാം. അമ്മക്ക് ഷോക്കാവും. ഇതാ പിന്നെ അനക്കും ഉണ്ട് കേട്ടോ. അന്നോട് ഒന്ന് വാങ്ങിയിട്ട് ഇടാൻ വേണ്ടി പറഞ്ഞു. നല്ല കള്ളി ഡ്രസ്സ് അന്നോട് വാങ്ങിയിടാൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ട് അനക്കും കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 3 ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. അമ്മക്ക്, അനക്ക്, അമ്മമ്മക്ക്. പിന്നെ അടുത്തേക്കെന്ന് വെച്ചാൽ അടുത്തിൻ്റെ പിറന്നാൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും വാങ്ങിക്കൊടുക്കുമല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ ഒപ്പം വാങ്ങിയിട്ടില്ല കേട്ടോ. നമുക്ക് അമ്മേനെ വിളിക്കാം കേട്ടോ. ആദ്യം അമ്മമ്മക്ക് കൊടുക്കുക, എന്നിട്ട് അമ്മക്ക് കൊടുക്കുക. എന്തായാലും അമ്മ വരട്ടെ. അമ്മേൻ്റെ ഉമ്മെന്ന് വേണം അമ്മമ്മക്ക് കൊടുക്കേ. വിളിക്കൂ ഗൈസ്. അമ്മക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. അമ്മേൻ്റെ കൈമ കൊടുക്കുക. അമ്മ തുറന്ന് നോക്കട്ടെ. ആദ്യം അമ്മമ്മക്ക് കൊടുക്കാം. എന്നാൽ അമ്മമ്മക്ക് കൊടുക്കുക. അമ്മമ്മക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്, വാങ്ങിക്കോ. അവിടെ കൊടുത്ത അമ്മേൻ്റെ കൈമ കൊടുത്തേ. അടിപൊളി. അമ്മമ്മക്ക് ഗൾഫിൽ നിന്ന് ഒരു ഏട്ടൻ തന്നെയാട്ടാ. ഇതാ അമ്മക്കുള്ള ഗിഫ്റ്റേ. എൻ്റെ അപ്പ തിളങ്ങുന്ന അന്ന് വെള്ളർക്കിയാ. എന്നിട്ട് കളർ ഇഷ്ടപ്പെട്ട നേരത്തിന് സെലക്ഷനാണേ. എന്നിട്ട് ആരാ നിന്നാന്നും ചോദിക്കുന്നില്ലേ? ചോദിച്ചനാ. ഇത് നമ്മളെ ഫേസ്ബുക്കിൽ നമ്മളെ വീഡിയോയിലും കാണുന്ന കാശ്മിക്ക ഗൾഫിലാണ്. അപ്പോൾ ഓർക്ക് നമ്മളെ അമ്മേനെയും എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പെരുന്നാളിൻ്റെ ഗിഫ്റ്റാട്ടെ ഇത്. പെരുന്നാളിൻ്റെ ഒരു സന്തോഷവും. അപ്പം അന്നേ നിങ്ങൾക്കെല്ലാം തരാമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അടുത്തിൻ്റെ പിറന്നാളിന് നമ്മളെല്ലാം വാങ്ങി കൊടുക്കൂലേ? എന്നിട്ട് ഹാപ്പി ആയാ? സന്തോഷാ? പിന്നെ ഒന്നും വേണ്ട, ഒരു സാരി കിട്ടിയില്ല, പിന്നെ ഹാപ്പി ആവാൻ എടുക്കുക. വലിയ പൈസേൻ്റെ സാരിയാന്നമ്മേ. പൈസ നമ്മൾ പറയില്ല, വലിയ പൈസേൻ്റെ സാരിയാന്നേ. അപ്പം അമ്മ ഹാപ്പി ആയില്ലേ? അടിപൊളി. ഇന്ന് തന്നെ ഇട്ടിട്ട് എവിടെയെങ്കിലും നമുക്ക് യാത്ര ചെയ്താലോ? എവിടെ പോവാ? കല്യാണമൊന്നുമില്ല അല്ലേ? ഞാൻ അമ്മന്റെ കൂടെ കളർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് വാങ്ങുന്നത് ഇഷ്ടപ്പെടില്ലല്ലോ. അതിന് അമ്മന്റെ കൂടെ കളർ ചോദിച്ചു. അമ്മ ഏത് കളർ വേണ്ട എല്ലാം ചോദിച്ചു. അമ്മ പറഞ്ഞു എനിക്ക് റോസ്, ഓറഞ്ച്, പിന്നെ ഇത് സ്കൈ ബ്ലൂ, പിന്നെ മെറൂണ്, ഈ 4 കളർ ഇഷ്ടം പറഞ്ഞിട്ട് എനിക്ക് റോസ് വാങ്ങി. അപ്പോൾ അടിപൊളി. അപ്പോൾ അനക്കും ഉണ്ട് കേട്ടോ. ഇക്ക ആദ്യമേ പറഞ്ഞ് കള്ളി എടുക്കണം. അപ്പോൾ ഞാനും കള്ളി എടുത്തിന്. ഇക്കൊക്കെ ഇഷ്ടപ്പെടണമെന്ന് അറിയില്ല. അടുത്തേക്ക് ഞാൻ പറഞ്ഞില്ല, ഇപ്പം പിറന്നാൾ വരാനുണ്ട്. അപ്പോൾ പിറന്നാൾ ജൂൺ 9 ജൂൺ 9 പിറന്നാളുണ്ട്. അപ്പോൾ എൻ്റെ വകയോ അഗീൻ്റെ വകയോ ഏട്ടൻ്റെ വകയോ എല്ലായിടത്തും കിട്ടും. അപ്പോൾ ഇപ്പം വാങ്ങിക്കൊടുത്താൽ നടക്കൂല. അതുകൊണ്ട് നമ്മളെന്തായാലും അടുത്തേക്ക് അന്നേരം വാങ്ങിക്കൊടുക്കാം. അപ്പോൾ നമ്മളെ ഇക്കക്ക് നമ്മളെ സ്നേഹം കണ്ട നമ്മളെ കുടുംബത്തിൻ്റെ ഒരുപാട് സ്നേഹം. അമ്മക്കല്ലേ നല്ല അടിപൊളി സാരി കിട്ടിയ കൊണ്ട് മനസ്സിൽ ഇക്കാക്ക് എപ്പോ നല്ലതായിട്ട് ഉണ്ടാവട്ടെ.
നല്ല ഭാഗ്യത്തോടെ ജീവിക്കാനാവട്ടെ. ഇക്കൻ്റെ ഒരു മോനുണ്ട്. അപ്പോൾ ഇക്കൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞില്ല. കഴിഞ്ഞില്ല. ഇക്കൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ കല്യാണത്തിന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പ്രാർത്ഥിക്കണം നല്ലോണം പ്രാർത്ഥിക്കുന്നുണ്ട്. അത്രയും പെട്ടെന്ന് മോൻ്റെ കല്യാണം കഴിയാൻ. കല്യാണം കഴിയട്ടെ, അത്രയും പെട്ടെന്ന് നല്ല പെണ്ണൊക്കെ ഇട്ടിട്ട്. അടിപൊളി. എന്നുവെച്ചാൽ നമ്മളെ അത്രയും ഇഷ്ടം കൊണ്ടാണ്ടാണ് ഇങ്ങനൊരു നമുക്കൊരു സ്നേഹം തന്നേട്ടാ. അപ്പോൾ ഒരുപാട് സ്നേഹവും നന്ദി നമ്മൾ അറിയിക്കുന്നു. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം കേട്ടോ. എന്നുവെച്ചാൽ ഫേസ്ബുക്കിലൂടെ ഗിഫ്റ്റെല്ലാം അയച്ചു തന്നിട്ടുണ്ട് നമ്മൾ വീഡിയോ കണ്ടിട്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഇത് ആദ്യമായിട്ടാട്ടാ. എന്തായാലും സന്തോഷം, സ്നേഹം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു സന്തോഷമായി. അപ്പോൾ സങ്കടം എന്ന് വെച്ചാൽ നമ്മൾ സുന്ദരി, അമ്മ സുന്ദരിനെ കൂട്ടുക. നമ്മൾ സങ്കടം എന്ന് വെച്ചാൽ സുന്ദരിക്ക് ഭയങ്കര ക്ഷീണം. 2 ദിവസമായി ഭയങ്കര ക്ഷീണം പിടിച്ചിട്ടില്ലേ. കുറച്ച് ദിവസം മുമ്പ് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. എന്നുവെച്ചാലും ശരിയായിട്ട് ഇപ്പോൾ ആദ്യം 2 ദിവസമായി ഭയങ്കര ക്ഷീണം, ഛർദിയും ഇതെല്ലാം. നമ്മളെ കുടുംബത്തിലെ ഒരാളാന്ന് കേട്ടോ നമ്മുടെ സുന്ദരി, നമ്മുടെ നായ്ക്കുട്ടി ഇതാ. അപ്പോൾ സുന്ദരിനെ കൂട്ടിയിട്ട് ആശുപത്രി പോകണമെന്നുണ്ട്. 2 ദിവസമായി ഭയങ്കര ഛർദിയും, ഒന്നും പറയണ്ട. അമ്മ എന്നാ സംഭവം, സുന്ദരീൻ്റെ സംഭവം പറ. വെള്ളം പാല് പോലെ ഛർദിക്കുക. ഒന്നും ഭക്ഷണം ഛർദിയും വയറ്റ് നോക്കണ്ട. വയറ്റുന്ന അങ്ങനെ ഭക്ഷണം കഴിക്കുന്നില്ല. ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, ഭയങ്കര ഛർദിയാണ്. അപ്പോൾ ഇതാണ് ചെറിയ സങ്കടം. വെച്ചാൽ നമ്മളെ വീട്ടിലൊരാൾക്ക് ഒരു അസുഖം വന്നാൽ എന്താ അവസ്ഥ, അതേപോലെയാണ് ഇപ്പോൾ ഒരു സങ്കടം. എന്തായാലും ഇല്ല, ഇപ്പം കുഴപ്പമില്ല കേട്ടോ. ഇപ്പം നടക്കുന്നുണ്ടല്ലേ. ഇന്നലെ രാത്രി ഛർദിച്ചപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു. ഇപ്പം വലിയ കുഴപ്പം കാണുന്നില്ല. എന്നാലും ഒന്ന് ആശുപത്രി പോകാൻ നമ്മളെ മലപ്പുറം തന്നെ മൃഗാശുപത്രി ഉണ്ട്. അപ്പോൾ അടുത്തേക്ക് കൂട്ടിയിട്ട് പോകണം. ഇപ്പോൾ നമ്മളെ സുന്ദരി കുറേ ആൾക്കാർ ചോദിച്ചു കേട്ടോ, സുന്ദരിനെ ഇപ്പം കാണുന്നില്ലാന്ന്. അപ്പോൾ എല്ലാവരും ഇതാ സുന്ദരിനെ കണ്ടോട്ടാ. ഒരു പൂച്ചക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അടുത്തായി ഒരു പൂച്ചക്കുട്ടി അടുത്തു. അടുത്തിൻ്റെ ചങ്ങായി, അടുത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂച്ചക്കുട്ടി തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നേട്ടാ. ഇവിടെ തന്നെ അല്ലേ പ്രസവിച്ചാ? ഇത് അച്ചു എടുത്തു. അച്ചി ഇവിടെ തന്നെ പ്രസവിച്ചാ? ഈ കുഞ്ഞിനെ ഇവിടെ ആരോ കൊണ്ടുവിട്ടാ കേട്ടാ. അടുത്തേക്ക് ഏറ്റവും ഇഷ്ടം പൂച്ച തന്നെയാണ്. അതുകൊണ്ട് പൂച്ചനെ ഇപ്പോൾ ഇവിടെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ സുന്ദരിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ പൂച്ചനെ. അതുകൊണ്ട് അവർ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഏട്ടൻ ഗൾഫിലേക്ക് തിരിച്ചു പോയോന്ന് കുറേ കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള മറുപടി അടുത്ത് പറ. ഏട്ടനെ കാണുന്നേ ഇല്ലാന്ന് പറയുന്നത് പറ. ഏട്ടാ ഒരു 3-4 മാസം ലീവ് ഉണ്ട്. അതുകൊണ്ട് കാപ്പി ഹൗസിക്ക് പോകുന്നുണ്ട്. ഏട്ടൻ 3 മാസത്തെ ലീവിനാണ് വന്നിന് കേട്ടാ. അപ്പോൾ എന്ന് വെച്ചാൽ ഇനി കുറച്ചാളത്തേക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ വെറുതെ കണ്ടല്ലോ. നമ്മളെ ധർമ്മശാലയിലെ കോഫി ഹൗസിൽ ഏട്ടൻ കുറച്ചാളത്തേക്കായിട്ട് പണിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 3 മാസത്തെ ലീവിന് വന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഗൾഫിലേക്ക് പോകുന്നൊന്നും അറിയില്ല. യുദ്ധവും പ്രശ്നങ്ങളും ഉണ്ടായതുകൊണ്ട് ഇനിയിപ്പോൾ ടിക്കറ്റിന് ഭയങ്കര പൈസ എല്ലായതുകൊണ്ട് ഇനിയിപ്പോൾ ഗൾഫിലേക്ക് പോകുന്നത് ഉറപ്പൊന്നും ആയില്ല. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ധർമ്മശാലക്ക് അടുത്തുള്ള കോഫി ഹൗസിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. 2 ആഴ്ചയായി കേട്ടാ അവിടെ പോകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഏട്ടന അധികം അങ്ങനെ വീഡിയോയിൽ അങ്ങനെ നിൽക്കലില്ല. അതുകൊണ്ട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തത്. വീഡിയോയിൽ നിൽക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. എനക്കും അടുത്തേക്ക് നല്ല താല്പര്യമുണ്ട്. നമ്മളെല്ലാ വീഡിയോയിലും ഉണ്ടാവും അല്ലേ. ഈ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാതെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന കേട്ടാ. അപ്പോൾ നിങ്ങളും അറിയണ്ടേ ഇങ്ങനൊരു ഏട്ടൻ നമുക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തരുമ്പോൾ നിങ്ങളും കൂടെ അറിയണ്ടേ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ടാ. അപ്പോൾ അടുത്ത് താറ്റ പറയൂ. അമ്മ താറ്റ. അമ്മ സാരി വിട്ടിട്ട് കാണില്ല. അമ്മ സാരിനെ കൊണ്ട് ഇന്ന് ചോറും കറി നോക്കുന്നില്ലേ. ഇന്നൊരു കാര്യം ചോദിക്കട്ടെ. അമ്മ അന്ന് എന്റെ കൂടെ ചോദിച്ചല്ലോ അതെന്നെ രാത്രി വർക്ക് വന്ന അതിന്നപ്പോ അങ്ങനെ പൊളിക്കണ്ട എടുത്തില്ല. ഞാൻ പൊളിച്ചിട്ടില്ല. അന്നല്ല അമ്മക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല അതെന്നെ നോക്കണു. അന്നേ അഗി ആത്തേ കൊണ്ടുപോകുന്ന കണ്ടിട്ട് പറഞ്ഞിട്ടില്ലേ. അപ്പൊ അന്ന് അമ്മ ഉറങ്ങിയിട്ടില്ല കേട്ടാ. അതൊന്നാ ഏടത്തേക്ക് അന്ന് ഡ്രസ്സാ വാങ്ങിയ അന്നാ സംഭവം. നമ്മളെല്ലാ കാര്യങ്ങളും അമ്മയോട് എല്ലാ കാര്യങ്ങളും അപ്പടപ്പടം അമ്മയോട് പറയുന്ന. ഇത് കാണിച്ചില്ല. അപ്പൊ അമ്മയൊന്നും ഉറങ്ങിയിട്ടില്ല എന്നാ സംഭവം എന്നായി. പിന്നെ അമ്മ അതങ്ങ് വിട്ടു അല്ലേ. ഇപ്പൊ 2 ദിവസമായി ഇന്നത്തേക്ക് അതങ്ങ് വിട്ടു. ഒരേ ആശ്ചര്യം ഇതന്നപ്പ അവള് കാണിക്കത്തില്ല. എല്ലാ കാര്യവും പറയൂ എല്ലാം കാണിക്കൂ എല്ലാം അടുത്ത് അപ്പടപ്പടം പറയുന്ന. പക്ഷെ ഇത് നമുക്ക് പറയാൻ പറ്റില്ല, സർപ്രൈസ് അല്ലേ. പിന്നെ ഒന്നാമത് അമ്മമ്മ അന്ന് മൂഡിൽ ഉണ്ടായിട്ടില്ല, നല്ല ഉറക്കാണ്. അപ്പോൾ അല്ലെ അന്ന് തന്നെ നമ്മൾ കൊടുക്കുന്നേനു. അപ്പം അമ്മമ്മ മൂഡില്ലാത്തതുകൊണ്ട് അടുത്തിന് റൂമിൽ കൊണ്ട് പിന്നെ ഒളിപ്പിച്ച് വെച്ചല്ലേ നമ്മള്. ഇതാ വേസ്റ്റ് മുണ്ടും കേട്ടാ. അടിപൊളി. എന്തായാലും ഇത്രയും പ്രായമുള്ള അമ്മമ്മേനെ സ്നേഹിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതിലൊരു ഇക്കേൻ്റെ ഒരു സമ്മാനം അല്ലെ സ്നേഹം എന്ന് പറയാം. അമ്മമ്മ നല്ല ഹാപ്പിയാണ് കേട്ടാ. അമ്മമ്മയും നമ്മളെല്ലാവരും ഹാപ്പിയാണ്. ഒരുപാട് സ്നേഹം, നന്ദി കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ടാണ്. ബൈ.